ഒരൊറ്റക്കൈ പ്രയോഗമാണ് ഇസ്രയേൽ അമേരിക്ക വഴി ഇറാനിലേക്ക് നടത്തിയത്. യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ രഹസ്യമായിട്ടാണ് അമേരിക്ക ഇറാന് നേരെ ആഞ്ഞടിച്ചത്. ഇനി ഇറാന്റെ പ്രതികരണത്തിലാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും. ഇന്നിപ്പോൾ ഇറാന്റെ ശത്രു ഇസ്രയേൽ മാത്രമല്ല, അമേരിക്കയും കൂടിയാണ് എന്ന് വേണം കരുതാൻ. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുകളുമായി ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം അടക്കമുള്ള കേന്ദ്രങ്ങൾ ബോംബിട്ട് പൂർണ്ണമായും തകർത്തതായിട്ടാണ് അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ വലിയ തോതിൽ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി വിവരം ലഭിച്ചതായിട്ടാണ് ഇസ്രയേലിന്റെ വെളിപ്പെടുത്തൽ. ഞായറാഴ്ച പുലർച്ചയോടുകൂടിയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഇൻഫഹാൻ, ഫോർദോ എന്നിവിടങ്ങളിലായി അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത്. യുദ്ധത്തിന്റെ ആദ്യ ഘട്ടം മുതൽ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്നെങ്കിലും ഞായറാഴ്ചത്തെ ആക്രമണത്തോടു കൂടിയാണ് അമേരിക്ക പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് എത്തിയത്. ആക്രമണ വിവരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് അറിയിച്ചിട്ടുള്ളതും. B-2 സ്റ്റെൽത്ത് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു. ഇറാന് എക്കാലത്തേക്കും ഓർക്കാൻ തക്കതായ പ്രഹരമാണ് അമേരിക്കൻ വ്യോമസേന നൽകിയിരിക്കുന്നത് എന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. അതേസമയം ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നത് സത്യമാണെങ്കിലും അവയ്ക്ക് കാര്യമായ തകരാർ ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ സൈന്യത്തിലെ 2 ഉന്നത ഉദ്യോഗസ്ഥർ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും 400 കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായിട്ടാണ് വെളിപ്പെടുത്തൽ. തിങ്കളാഴ്ച ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മാറ്റപ്പെട്ടിരിക്കുന്ന 400 കിലോഗ്രാം യുറേനിയത്തിൽ 60% സമ്പുഷ്ടീകരിച്ചതാണ്. 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിനായി പ്രയോഗിക്കുന്നത്. അതായത് ആയുധം നിർമ്മിക്കാൻ വേണ്ടതിനോട് വളരെ അടുത്ത ഘട്ടം വരെ സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയമാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന് ഇനിയും ആണവായുധം നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം. ഈ സാഹചര്യം അപകടകരമാണെന്നാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ആണവ വികിരണ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ ആണവ വികിരണം ഉണ്ടാക്കിയേക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതും തങ്ങളുടെ വാദം ശരിവെക്കുന്നതാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിക്കുകയായിരുന്നു ഇസ്രയേൽ. ഇപ്പോഴത്തെ അമേരിക്ക കൂടി ഇറാനെതിരായി മാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ആണവ ആയുധങ്ങളുമായിട്ടാവും ഇറാന്റെ തിരിച്ചടിയെന്ന ഒരു സംസാരം നിലനിൽക്കുന്നുമുണ്ട്. അതിന് മുഴുവൻ സപ്പോർട്ടുമായി റഷ്യയും ചേരുന്നതോടുകൂടി ഇനി എന്ത് എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം മുഴുവനും.